Good evening friends, എല്ലാവർക്കും goodhappenshereajay ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ക്യാമറ അക്സസറീസ് നമുക്ക് ആവശ്യമുള്ള എന്തൊക്കെ ക്യാമറ അക്സസറീസ് ആണ് നമ്മൾ ക്യാമറ ഉണ്ടെങ്കിൽ ക്യാമറ ഉള്ളവർക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും മോസ്റ്റ്ലി എല്ലാവരിലും ക്യാമറ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ റീസെൻ്റ്ലി DSLR ക്യാമറ വാങ്ങിയിട്ടുണ്ടായിരുന്നു Canon 200D Mark II. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ഒരു ആവശ്യമുള്ള മാത്രം വേണ്ട, വേറെ ആവശ്യമില്ലാണ്ട് നമുക്ക് അക്സസറീസ് വാങ്ങിച്ചൊരു കാര്യമില്ലല്ലോ. അപ്പോൾ എന്തൊക്കെ ആവശ്യമുള്ള അക്സസറീസ് നമുക്ക് ആക്ച്വലി ഞാൻ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ കാണിക്കാനും പോകുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അതിൽ നല്ല ബെസ്റ്റ് ബൈ സാധനങ്ങൾ നോക്കിയിട്ടാണ് വാങ്ങിച്ചേക്കുന്നത്. നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്ത് പറ്റാത്തത് വേണ്ട വെച്ചിട്ട് പിന്നെ വേറെ ഒക്കെ നോക്കിയിട്ടാണ് എല്ലാം അങ്ങനത്തെ നോക്കിയിട്ടാണ് നമ്മൾ എല്ലാ ബ്രാൻഡും സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ എല്ലാ ചെറിയ അക്സസറീസ് തൊട്ട് വലിയ അക്സസറീസ് ഫുൾ വരും കേട്ടോ. അപ്പോൾ അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്തൊക്കെ അക്സസറീസ് ഉപയോഗിക്കാൻ പോകുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനോ അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആകാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നമ്മുടെ ഗീവ് വീഡിയോ കാണാത്തൊരു പോയി കാണാം. 4 വീഡിയോസ് ഉണ്ട്, 4 പ്രൊഡക്ട്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഫുൾ കാണാൻ മറക്കണ്ട. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമ്മൾ സിമ്പിൾ സ്റ്റെപ്സ് ഉള്ളത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നല്ലൊരു കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് ഫോളോ ചെയ്യാം കേട്ടോ. നമ്മൾ ഫേസ്ബുക്കിലൊരു പേജും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഞാൻ ഓൾറെഡി ഇപ്പോൾ കാണിച്ചു തരാം. നമുക്കത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്തായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എവിടെയാണ് മുണ്ട വെച്ചിരിക്കണേ, മേശയുടെ അടിയിലേക്ക് ചാടിപ്പോയത്, അത് കാരണം കിട്ടാത്തതാണ്. ഇതാണ് നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ്. ഏറ്റവും അത്യാവശ്യമുള്ള പ്രൊഡക്റ്റാണ്. പ്രത്യേകിച്ച് നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ നമ്മുടെ ക്യാമറ ഒക്കെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാം. DSLR എന്ന് പറയുന്നത് മിററുള്ള ക്യാമറയാണ്. അപ്പോൾ മിറർലെസ് ക്യാമറാസ് അവൈലബിൾ ആണ്. അപ്പോൾ മിററുള്ള ക്യാമറാസ് കുറച്ചുകൂടി ഫ്രജൈലാണ്, എന്ന് വെച്ചാൽ കുറച്ചുകൂടി സെൻസിറ്റീവാണ്, കേടുവരാൻ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മൾ അനക്കം പറ്റിക്കഴിഞ്ഞാലോ ചെറുതായിട്ട് വീണ് കഴിഞ്ഞാലൊക്കെ. അപ്പോൾ അതിന് മെയിൻ പ്രൊട്ടക്ഷൻ കൊടുത്തില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമുക്ക് 600 രൂപയ്ക്ക് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ് ബാഗും കാര്യങ്ങളൊക്കെ. പക്ഷെ അതിനൊന്നും ഇത്ര പ്രൊട്ടക്ഷൻ ഇല്ല. ഞാൻ ആക്ച്വലി 700 രൂപയുടെ ബാഗ് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. 2 പിന്നെ വേറെ ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്, ഹാൻഡ് ബാഗിൻ്റെ. 2 ഞാൻ റിട്ടേൺ കൊടുത്തിട്ട് പിന്നെയാണ് നമുക്കിത് വാങ്ങിയത്. ഇത് മൂബിയസിൻ്റെ ബ്രാൻഡഡ് സാധനം കേട്ടോ. മൂബിയസ് കടിച്ചു കൊടുത്താൽ കാണാൻ പറ്റും. ബ്രാൻഡഡ് ഒരു ക്യാമറ ബാഗാണ്. ചെറിയ ബാഗാണ്, പക്ഷേ അത്യാവശ്യം നല്ല പ്രൈസ് വരുന്നുണ്ട്. 2500 റേഞ്ചിൽ വരുന്നുണ്ട്. ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ കുറേ മോഡൽസ് ഉണ്ട് കേട്ടോ. നല്ല റേറ്റ് കൂടിയ മോഡൽസ് ഉണ്ട്. അവരൊരു സ്റ്റാർട്ടിങ് ബേസിക് മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിൻ്റെ ഒരു പാഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മളെടുത്ത് എറിഞ്ഞാൽ പോലും ഒന്നും പറ്റില്ല, അങ്ങനത്തെ പാഡിങ് ഒക്കെ ആയിട്ട് വരുന്നത്. ഇത് ഫുൾ ഹാർഡുണ്ട്. ഇവിടെ എന്തൊക്കെയോ കാർഡ്ബോർഡ് പോലത്തെ എന്തൊക്കെയോ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബാക്ക് സൈഡിൽ എയർ ടെക്. ഇത് ഞാൻ മുമ്പ് നമ്മുടെ വീഡിയോസിൽ അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അൺബോക്സിങ് കാണണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എന്താ പറയുക ചാനലിൽ കയറി നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഞാൻ മുകളിൽ അല്ലെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കാം. എയർ സോൺ അതേപോലെ എയർ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പിന്നെ നമുക്കിതിൽ റെയിൻ കവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ട്രൈപോഡ് വയ്ക്കാനുള്ള സ്പോർട്സ് സ്ലോട്ട് വരുന്നുണ്ട്. എന്തായാലും ഞാൻ അടുത്ത് കാണിച്ചുതരാം. ഇതിലുള്ള നമ്മുടെ ഫുൾ പ്രൊഡക്റ്റ് സംഭവം ഇതിലാണ്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ബാഗാണ് തുറക്കാൻ പോകുന്നത്. അപ്പോൾ ബാഗിൻ്റെ ഉള്ളിൽ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. നമ്മുടെ മൊബിയസിൻ്റെ കവറാണ് ഇട്ടത്, ബാഗാണ് ഇട്ടത്. അപ്പോൾ ഇത് നമ്മളിത് എന്തായാലും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോൻ്റെ എക്സ്ട്രാ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ ഫുൾ നോക്കി പോയി കാണാം. നമ്മുടെ പ്ലേലിസ്റ്റ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ മുകളിൽ നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നല്ലൊരു ക്വാളിറ്റി ബാഗുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ സൈസ് കണ്ടെന്ന് അറിയായിരിക്കും. നല്ലൊരു ഭയങ്കര പാഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന സൈസാണ്. നമുക്ക് ട്രൈപോഡ് വയ്ക്കാനുള്ള സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഉള്ളിലൊന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ തുറന്നിട്ടുണ്ട്. 3 അറകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്യാമറ വയ്ക്കുന്ന അറ. അപ്പോൾ നമുക്ക് ക്യാമറ ഓൾറെഡി ഇല്ല, ഞാൻ തുറന്ന് കാണിച്ചു തരാം. കണ്ടോ, നമുക്ക് ഇവിടെ ഒരു പാഡിങ് വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വേണമെങ്കിൽ വയ്ക്കാം. ഇവിടെ mobiles.india.com ഒരു സൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് എനിക്ക് ആവശ്യമുള്ള നമ്മുടെ അക്സസറീസാണ്. നമ്മുടെ എയർ പമ്പ്, പിന്നെ ഞാൻ വെച്ചേക്കുന്നത് നമുക്കൊരു എന്താ പറയുക ഹുഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ലെൻസ് ക്യാരി ചെയ്യാനുള്ളൊരു കവറാണ്. അതിൻ്റെ കുറേ മോഡലിൽ അവൈലബിളാണ്. നിങ്ങൾക്ക് കുറേ ലെൻസ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഈ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ലിങ്ക് കിട്ടും. പിന്നെ ആവശ്യമുള്ളതൊക്കെ ഉണ്ട് നമ്മുടെ. പിന്നെ ഇത് ഒരു വൈപ്പ് ചെയ്യാൻ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത്, അതും ബ്രാൻഡ് തന്നെയാണ്. എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടാം. പിന്നെ ഇത് നമ്മൾ മൈക്ക് വാങ്ങിച്ചതിൻ്റെയാണ്, മോണോയുടെ മൈക്കിൻ്റെ. പിന്നെ JBLൻ്റെ മൈക്ക് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താ ഉള്ളത്, പിന്നെ നമ്മുടെ ഒരു മൈക്കിൻ്റെ ഒരു ഫ്രണ്ടിലത്തെ നമ്മളത് ഒരു ഷോർട്ട് ഗൺ മൈക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതാണിത്. നമ്മളതും വീഡിയോ നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. അത് നല്ല ക്വാളിറ്റി മൈക്കാണ്. നമുക്ക് ക്യാമറയുടെ മുകളിൽ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. കണ്ടോ, സിൻഗോൻ്റെയാണ്. നല്ല ക്വാളിറ്റി മൈക്കാണ്. അതിൻ്റെ നമ്മുടെ ഈ വിൻഷീൽഡിൻ്റെ ഇതാണ് കാണുന്നത് നിങ്ങൾ. പിന്നെ നമ്മളൊരു UV ഫിൽറ്റർ വാങ്ങിച്ചിട്ടാണ് കൊഡാക്കിൻ്റെ. നല്ല ക്വാളിറ്റിയാണ്. ഞാൻ ആമസോൺ ബേസിക്കിൻ്റെ ഒക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചയച്ചിട്ട് വാങ്ങിച്ചതാണത്. നല്ലൊരു ക്വാളിറ്റിയാണ്. ആമസോൺ ബേസിക്കും തീരെ ക്വാളിറ്റി ഇല്ല. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ UV ഫിൽറ്ററൊക്കെ വാങ്ങിക്കുമ്പോൾ കൊഡാക്ക് അങ്ങനത്തെ നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിക്കുക. ഇത് 58 mm താല്പര്യമൊക്കെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ കിട്ടാം, ലിങ്ക് കിട്ടാൻ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ മെയിനായിട്ട് കാര്യങ്ങളുള്ളൂ. പിന്നെ ഞാൻ നമ്മുടെ ഒരു
ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു ലിക്വിഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇപ്പം എൻ്റെ കയ്യിലില്ല, ഒരു ഫ്രണ്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ കാണിച്ചു തരാനുള്ളത്, ഞാൻ നമ്മുടെ ക്യാമറയുടെ താഴെ ഒരു ആക്ച്വലി ഇപ്പോൾ ക്യാമറയ്ക്ക് പൗച്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്, നിങ്ങൾ അറിയായിരിക്കും. അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ഫുൾ പൗച്ച്. അതിപ്പോൾ തൽക്കാലം ഞാൻ എവിടെയാണ് വെച്ചെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മ വരുന്നില്ല. പിന്നെ വേറെ അത് പിന്നെ ഉപയോഗിക്കാൻ കുറച്ച് പാടുണ്ട് അത് ഇട്ടിട്ടുണ്ടെങ്കിൽ. പക്ഷേ അതിനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. കണ്ടു താഴെ കണ്ടു, നമ്മുടെ ക്യാമറയുടെ താഴെ ആ സാധനം നോക്കണ്ട, നമ്മുടെ ട്രൈപോഡിൻ്റെയാണ്. അതിൻ്റെ താഴെ ഒരു ലെതറിൻ്റെ ഒരു കേസ് കണ്ടു. അതും ഒരു നല്ലൊരു കേസ് പോലത്തെ ഒരു കവറാണ് ഉണ്ട്. നിങ്ങൾക്ക് താഴെ വയ്ക്കാനും ട്രൈപോഡിൽ വയ്ക്കാനൊക്കെ ഇതുമ്പോൾ വെച്ചാൽ മതി. എന്ന് വെച്ചാൽ കോറില്ല. അതേപോലെ നിങ്ങൾക്ക് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഒരു വർഷം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂരും കാര്യങ്ങളൊന്നും വേണ്ട. ഇതിന് നമുക്ക് സ്ക്രൂ ആണ്, നമ്മുടെ ട്രൈപോഡ് വയ്ക്കുന്ന സ്ക്രൂ ഇല്ലേ, ആ സ്ലോട്ടിൽ തന്നെ സ്ക്രൂ ചെയ്താൽ മതി. നമുക്ക് അതിൻ്റെ താഴെ നമുക്കൊരു സ്ലോട്ട് ഇത് കിട്ടും നമുക്ക് കണക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കത് എപ്പോഴും യൂറിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് ബാറ്ററി ഇടുന്ന മെമ്മറി കാർഡ് ഇടുന്ന ഏരിയയിൽ അത് ഓപ്പൺ ചെയ്യാനൊരു കമ്പാർട്ട്മെൻറ്റ് പോലെ അവർ കൊടുത്തിട്ടുണ്ട്. കണ്ടു ഈ സൈഡ് കണ്ടു ഒരു ബട്ടൺസ് ഒക്കെ വെച്ചിട്ട്. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിക്കാത്തത് നമ്മളൊരു കയ്യിലൊരു ക്യാമറ ഉള്ളൂ. അപ്പോൾ ഒരു കയ്യിൽ ക്യാമറ പിടിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. പക്ഷേ ഒരു പ്രൊട്ടക്ഷൻ തന്നെയാണ്, നമുക്ക് നിലത്ത് വയ്ക്കുമ്പോഴും ഒക്കെ ഒരു പ്രൊട്ടക്ഷൻ തന്നെയാണ്. ഇതിപ്പോൾ മര്യാദയ്ക്ക് ഇരിക്കാത്തത് എൻ്റെ ട്രൈപോഡിൻ്റെ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. നല്ലൊരു ക്വാളിറ്റി സാധനം തന്നെയാണ്. ഞാൻ അത്യാവശ്യം ഇപ്പോൾ ഉപയോഗിച്ച് വാങ്ങിയിട്ട് ഒന്നര മാസമായിട്ടുണ്ട്. ഇപ്പോഴും നല്ല ക്വാളിറ്റി ലെതർ തന്നെയാണ്. ഒരു ബ്രൗൺ കളറിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ എന്നൊരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ആമസോണിൽ നിന്ന് വാങ്ങിച്ച് തന്നെയാണ്. അപ്പോൾ എന്തായാലും ലിങ്ക് നോക്കി കഴിഞ്ഞാൽ മതി, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാ ലിങ്കുകളും നിങ്ങൾക്ക് ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കാനുള്ളത് കിട്ടും കേട്ടോ അവിടെ. ഇത് എനിക്ക് തോന്നുന്നത് ആകെ ഒരു കമ്പനി തന്നെ ഇറക്കുന്നുള്ളൂ, വേറെ പ്രൊഡക്റ്റിലും ഇല്ല, ഫ്ലിപ്കാർട്ടിലോ ഒന്നിലും ഇല്ല. ഇതൊരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ്. നമ്മുടെ കേസിനായിട്ടും ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ്. നല്ല ഹാർഡാണ്, നല്ല റഫ് യൂസ് ചെയ്താലും നിലത്ത് അത്യാവശ്യം വേണം തട്ടിയാൽ തരൊന്നും പറ്റില്ല. നമുക്കിപ്പോൾ ട്രൈപോഡിലൊക്കെ വയ്ക്കുമ്പോൾ കോറാൻ സാധ്യതയൊക്കെയുള്ള സ്ഥലമൊക്കെ ആണെങ്കിലും ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ അത്യാവശ്യം ഈ സൈഡ് വരെയൊക്കെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബോഡി താഴെ കോർന്നതും ഇപ്പോൾ നിലത്ത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ക്രാക്ക് വീണത് തന്നെ ക്രാക്ക് രക്ഷിപ്പിക്കാനൊക്കെ ലെൻസ് ഉണ്ടെങ്കിൽ വേറെ രക്ഷയൊന്നുമില്ല. അല്ലാണ്ട് ബോഡി തന്നെ വീഴുകയാണെങ്കിൽ തന്നെ എനിക്ക് രക്ഷിക്കാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റ് തന്നെയാണിത്. ഇതിന് 799 അങ്ങനെ റേഞ്ച് വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും പ്രൈസ് ഡീറ്റെയിൽസ് മാറിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ പ്രൈസ് പറയാഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി, അപ്പോൾ ലിങ്ക് ഡയറക്റ്റ് കിട്ടും. പിന്നെ ഞാൻ വേറെ ഇട്ടേക്കുന്നത് എനിക്ക് വേണമെങ്കിൽ മിക്ക ആൾക്കാർക്ക് ഇഷ്ടാവില്ല. ഇത് കണ്ടു, ഞാൻ എക്സ്ട്രാ ഒരു കയ്യിലിടാൻ വേണ്ടിയിട്ട് ഇത് റിംഗ് ക്യാൻഡിയാണ്. ഇത് ഞാൻ നമ്മുടെ മൊബൈൽ കവറിൽ ഇട്ടിട്ടുണ്ട് OnePlusൻ്റെ കൂടെ. റിംഗ് ക്യാഡ് തന്നെ അത് 2 കിട്ടുന്നതാണ്. ഇതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ ഇടാം. ഇത് കുറേ കളറിലെ പോലെ ഉണ്ട്. അത് ഞാൻ എക്സ്ട്രാ നമുക്ക് പിടിക്കുമ്പോൾ കയ്യിലിടാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ്. ശരിക്കും നല്ല ഇതിൽ വേണം, അത് വെയിറ്റ് താങ്ങില്ല. അത് എന്നാലും ചെറിയൊരു പ്രഷർ കുറയ്ക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ വെച്ചേക്കുന്നതാണ്. വേറെ വലിയ ടൈപ്പ് ഒന്നും നമുക്ക് 2 ഇടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചിട്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ അത്യാവശ്യം ഉപയോഗിക്കുന്ന നമ്മുടെ ക്യാമറ അക്സസറീസ്. നമ്മുടെ ബാഗിൽ അത് ഫുൾ എപ്പോഴും ഈ സാധനങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഇത് നല്ല ക്വാളിറ്റി ബാഗാണ്. ഇതിൻ്റെ വലിയ ബാഗ് വേണമെങ്കിൽ നമ്മുടെ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. വലിയ ടൈപ്പ് ലാപ്ടോപ്പ് വെക്കുന്ന ടൈപ്പ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നിങ്ങൾ ബാഗ് വാങ്ങിക്കുമ്പോൾ പറയാനുള്ളത് നല്ല ക്വാളിറ്റി ബ്രാൻഡഡ് ബാഗ് നോക്കി വാങ്ങിക്കുക. ചീപ്പ് ബാഗ് നോക്കി വാങ്ങിച്ചിട്ട് കാര്യമില്ല. സത്യം പറഞ്ഞാൽ വെറുതെ എടുത്ത് വയ്ക്കാലും തന്നെ ജസ്റ്റ് നമ്മുടെ എടുത്ത് വയ്ക്കുന്ന സ്ഥലത്ത് നിന്ന് വീണാൽ തന്നെ പ്രൊട്ടക്ഷൻ കിട്ടില്ല. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിക്കട്ടെ. ഞാൻ ആദ്യം രണ്ട് നോർമൽ ലോക്കൽ 1000 താഴെ വാങ്ങിച്ച് നോക്കിയിട്ട് നമുക്കത് തൊടുമ്പോൾ തന്നെ ഒരു ഫീൽ തോന്നും. നമ്മളൊരു 10, 50,000, 55,000, 60,000 ഒരു ക്യാമറ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ ചെറിയൊരു ഇത് നോക്കിയിട്ട് കാര്യമില്ല. ചിലപ്പോൾ എന്താ ചെയ്ത് ചിലപ്പോൾ ഇതിന്ന് ജസ്റ്റ് തന്നെ നിലത്ത് വീണാൽ തന്നെ ചിലപ്പോൾ ആ ബാഗൊക്കെ ആണെങ്കിൽ കേടാവും. പക്ഷേ മിറർലെസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. മിറർലെസ് ആയാലും മിററിലായാലും ക്യാമറ നമുക്കറിയാം അത്യാവശ്യം നല്ല പ്രൈസ് വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾ അതിനെ അങ്ങനെ കെയർ ചെയ്താലല്ല അത് നിൽക്കുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു നമ്മൾ എന്തിന് എത്ര വലിയ കാശ് കൊടുത്ത് ഇത് വെച്ചാൽ 2,500 രൂപ ഞാനുണ്ടോ ശരിക്കും. നമ്മൾ ഈ ഭയങ്കര ഹൈ ക്ലാസ് സാധനങ്ങളൊക്കെ ഉണ്ട്, അതിനൊക്കെ ഭയങ്കര വിലയൊക്കെയാണ്. 6,000, 7,000, 8,000 രൂപയ്ക്ക് ബാഗ് ഉണ്ട്. അതൊക്കെ നോക്കുമ്പോൾ നമുക്കിത് ശരിക്കും വാല്യൂ ഫോർ മണി തന്നെയാണ്. അപ്പോൾ മൊബിയസ് നിങ്ങൾ മറക്കണ്ട, എന്തായാലും ഞാൻ ലിങ്ക് ഇടാം. ഉണ്ടോ നല്ല ക്വാളിറ്റി ബ്രാൻഡഡ് സാധനങ്ങളാണ്. വേറെ സൈറ്റിൽ പോയി നിങ്ങൾക്ക് നോക്കാം. ആമസോണിൽ ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ എല്ലായിടത്തും ഉണ്ട് വേറെ സൈറ്റിൽ കേട്ടോ, പ്രൊഡക്ട്സ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ ഗീവ് വീഡിയോ കാണാത്തൊരു പോയി കാണുക. എല്ലാ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാമെന്ന് പറയണം കേട്ടോ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ. അടുത്ത വീഡിയോ കാണാം. തരാം.